ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരാളെന്ന നിലക്ക് എല്ലാ രഹസ്യങ്ങളും പുറത്തു പറയും. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. ഇവരിൽപ്പെട്ട പലരും 2 കോടി അടുത്ത ആഴ്ച കയ്യിലെത്തും. ഉസ്താദ് ഇവിടെ ഉണ്ടാവുമോ സ്വീകരിക്കാൻ? 10-ലധികം പേര് നാടും വിവരവും പേരും അറിയാം, ഇവിടെ പറയുന്നില്ല. 2 കോടി 3 കോടിയൊക്കെ സംഭാവനയായി തരണമെങ്കിൽ അയാൾക്ക് എത്ര കോടി ലഭിക്കുമെന്നാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വളരെ അടിയന്തരമായ, വളരെ പ്രാധാന്യമുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഈ സംസാരം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ ഇത് ഉൾക്കൊണ്ടാൽ അത്രയും നല്ലത്. ഇന്നലെ ഒരു നല്ല വ്യക്തിത്വവുമായി ഹൃദയബന്ധത്തോടെ സംസാരിച്ചു. 6-7 കോടി രൂപയുടെ കടബാധ്യതയും കുടുങ്ങി നിൽക്കുകയാണ് ആ സഹോദരൻ. 1 ലക്ഷത്തിന് താഴെ ശമ്പളമുള്ള നല്ല വിശാലതയുള്ള നിഷ്കളങ്കരായ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ കഥകൾ മനസ്സ് തുറന്നു പറഞ്ഞു. 6-7 കോടി രൂപയുടെ ബാധ്യതയിലാണ്. ബാങ്കിലെ ലോണും അതും ഇതുമായി വളരെ ഗൗരവത്തിലാണ്. കുടുംബത്തിലെ പലരുടെയും ആഭരണങ്ങൾ വിറ്റൊഴിവാക്കേണ്ടി വന്നു. ഇതൊക്കെ എന്തിനാണ്? കോടികൾ ലാഭം അറിയുന്ന ഒരു ബിസിനസ്സിൽ പണമിറക്കിയതാണ്. ഒടുവിൽ ആ സ്നേഹിതൻ പറയുന്നു, വല്ലാതെ കുടുങ്ങി നിന്നപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് 5 കോടി പണം ഇറക്കാൻ ഒരാൾ വന്നു. ആശ്വാസമായി. അദ്ദേഹത്തിന് 5 കോടി കിട്ടിയാൽ നമ്മുടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ കഴിയും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് വന്നത്. കേട്ടപ്പോഴേക്കെ മനസ്സിലായി, നിഗൂഢമായ ഗുപ്തമായ ഒരു വലിയ സാമ്പത്തിക വലയിൽ പെട്ടിരിക്കുന്നു ഈ സഹോദരൻ. അയാൾക്കത് അറിയുക പോലുമില്ല. പതുക്കെ ചോദിച്ചു, ഈ 5 കോടി നിങ്ങൾക്ക് തരാമെന്ന് പറയുന്ന വ്യക്തിയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയൊരു വീടാണ്. അദ്ദേഹത്തിന് കാറോ മറ്റു വാഹനമോ ഉണ്ടോ? അതൊന്നും ഇപ്പോഴില്ല. പിന്നെ എവിടുന്നാണ് അദ്ദേഹം 5 കോടി തരുന്നത്? അതെ, അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണർ വലിയൊരു പ്രൊജക്റ്റിൽ പണം കാത്തിരിക്കുകയാണ്. 1 ലക്ഷം കോടി രൂപ അദ്ദേഹത്തിന്റെ സ്നേഹിതന്റെ അക്കൗണ്ടിൽ വന്ന് കിടപ്പാണ്. ആ പണം ഇങ്ങോട്ട് വലിക്കണം. അത് പുറത്തേക്ക് എടുക്കാൻ ഇനി കുറച്ചുകൂടി പൈസ ആവശ്യമാണ്. ഇതെവിടുന്നാണ്? ഇല്ല, അത് സത്യമാണ്, ഫേക്കല്ല, അക്കൗണ്ടിൽ കണ്ടതാണ്. ഞാൻ ചോദിച്ചു, അക്കൗണ്ടിൽ 1 ലക്ഷം കോടി വന്നിട്ട് എങ്ങനെ ഇത് കണ്ടത്? അത് തീർത്തും സത്യമാണ്. അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഒരു സോഴ്സ് ഇപ്പുറത്തുണ്ടാക്കണം. അതിനു വേണ്ടി കാത്തിരിക്കുക. അടുത്ത ചോദ്യം, ഈ 1 ലക്ഷം കോടി ഈ സഹോദരന്റെ പാർട്ട്ണറുടെ അക്കൗണ്ടിൽ വന്നിട്ട് എത്ര വർഷം? 4 വർഷമായി. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ, വാഹനമുണ്ടോ? ഇല്ല. സ്വന്തം വീട് ചെറുതാണ്. അധികം ബുദ്ധി വേണോ? 1 ലക്ഷം കോടി രൂപ അക്കൗണ്ടിൽ 4 വർഷമായി വന്ന് കിടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാള് എന്തൊരു ഗതികേടാണ്! ഇതിനു വേണ്ടിയാണ് ഈ സഹോദരൻ അയാളുടെ കയ്യിലും കൊടുത്തു 3 കോടിയിലധികം. എവിടെ നിന്ന്? വിശ്വസിച്ചേൽപ്പിക്കുന്നവരോട് പലതും പറഞ്ഞ് ക്യാഷ് വാങ്ങി കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ സംസാരിച്ച ആ സുഹൃത്ത് നിഷ്കളങ്കനാണ്. ഇതൊരു വലിയ ഫേക്കാണ്, നിഗൂഢമാണ്, അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന് പോലും ആ മനുഷ്യൻ അറിഞ്ഞുകൂടാ. ഇപ്പോൾ കിട്ടും. അത് വേഗം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. വ്യക്തമായി പറയുന്നു, ഇത്തരം നിഗൂഢ ബിസിനസ് പേരുകൾ ഓൺലൈനിലുണ്ട്, ഓഫ്ലൈനിലുണ്ട്. ദയവായി വിശ്വസിക്കുക. ഒരു 3-4 വർഷമായി ഇത്തരം 10-ലധികം പേരെ
നേരിട്ട് അഭിമുഖീകരിക്കാൻ അവസരം ഉണ്ടായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരാളെന്ന നിലക്ക് എല്ലാ രഹസ്യങ്ങളും പുറത്തു പറയും. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. ഇവരിൽപ്പെട്ട പലരും 2 കോടി അടുത്ത ആഴ്ച കയ്യിലെത്തും. ഉസ്താദ് ഇവിടെ ഉണ്ടാവുമോ സ്വീകരിക്കാൻ? 10-ലധികം പേര് നാടും വിവരവും പേരും അറിയാം, ഇവിടെ പറയുന്നില്ല. 2 കോടി 3 കോടിയൊക്കെ സംഭാവനയായി തരണമെങ്കിൽ അയാൾക്ക് എത്ര കോടി ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിലൊരാൾ എന്നോട് പറഞ്ഞ കഥ, ബാംഗ്ലൂരിൽ ഒരു 20 CR വന്നിട്ടുണ്ട്, അത് കോഴിക്കോട്ടേക്ക് എത്തിക്കാനുള്ള മാർഗം എന്താ? ചിരിച്ചു പോകും. പിന്നീട് അടുത്ത ചോദ്യം, ആ വലിയ 20 കോറല്ല, ഒരു 40 കോറുണ്ട്, അതുമായിട്ട് ആള് വരുന്നുണ്ട്, മാനന്തവാടി എത്തിയിട്ടുണ്ട്. ഇനി അത് വെക്കാനും പിടിക്കാനും പറ്റിയ ഒരു സ്ഥലം വേണം, അതിനൊരു 50,000 രൂപ തൽക്കാലം എനിക്ക് വേണം, ഞാൻ മാനന്തവാടി കാശ് സ്വീകരിക്കാൻ പോവാണ്. ഈ കഥ കേട്ടിട്ട് വർഷം 5 കഴിഞ്ഞു. ഈ 10 ആളുകളും ഇന്ന് എൻ്റെ കൺമുമ്പിലുണ്ട്. കോടികളുടെ ലാഭം വരുമെന്നും പ്രതീക്ഷിച്ച്. എന്താണ് ബിസിനസ്? തമാശ മാത്രം. രത്നമാണ്, ലോഹമാണ്, ഏതോ പഴയ തറവാട്ടിൽ നിന്ന് ലഭിച്ചെടുത്തതാണ്. വേറെ ഒരു നാരങ്ങ ബിസിനസ് കേട്ടിരുന്നു, ഒരു പ്രത്യേക നാരങ്ങ, അത് ഒരു നാരങ്ങയ്ക്ക് 2.5 ലക്ഷം രൂപ. ബുദ്ധിയുള്ള മനുഷ്യരാണല്ലോ ഈ കൂടെ നടക്കുന്നത്. വിനീതമായി പറയുന്നു, ഈ ശബ്ദം കേട്ട് വിശ്വസിക്കാൻ കഴിയുന്നവർ ഉൾക്കൊള്ളുക. ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും ലാഭവരവ് ഏതൊരാൾ ഓഫർ ചെയ്താലും അതിന് ശരിയായ വഴിയിലൂടെ ആകാൻ 99% സാധ്യതയില്ല. ഈ ശബ്ദം കേൾക്കുന്ന പലർക്കും കുറെ ആളുകളെ ഇങ്ങനെ അറിയുമെങ്കിൽ ആഭരണം വാങ്ങുന്ന ഭാര്യമാര് ശ്രദ്ധിക്കുക. സ്വത്തിന്റെ ജാമ്യം വെക്കാൻ ആധാരം ചോദിക്കുന്നവരോട് ശ്രദ്ധിക്കുക. തീർച്ചയാണ് ഈ ഗുപ്തമായ നിഗൂഢമായ കോടികളുടെ കളിയിൽ അവർ പെട്ടുപോയിട്ടുണ്ട്. ഇന്നലത്തെ ആ സഹോദരനോട് അദ്ദേഹം ആദ്യമായാണ് ഇത് 100% ഫേക്കാണ് എന്ന് അറിയുന്നത്. അപ്പോഴേക്ക് അദ്ദേഹം 5-6 കോടി പലരോടും വാങ്ങിക്കഴിഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിച്ചു, നിന്റെ കയ്യിൽ 50 ലക്ഷം തന്ന ആളോ എന്ത് കണ്ടിട്ടാണ് തന്നത്? മറുപടി, എന്നെ വിശ്വസിച്ചിട്ട്. നീ എന്ത് കണ്ടിട്ടാണ് 3 കോടി അപ്പുറത്തേക്ക് കൊടുത്തത്? അദ്ദേഹത്തിന്റെ വീട് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, വീട് കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ നാടറിയാം. അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആൾക്കാണ് 1 ലക്ഷം കോടി 4 വർഷമായി അക്കൗണ്ടിൽ വന്നിട്ട്. നിഗൂഢം വഞ്ചനയുടെയും അപകടത്തിന്റെയും ചതിക്കുഴി ഇനിയെങ്കിലും തിരിച്ചറിയാതിരുന്നാൽ. അവരിൽപ്പെട്ട ഒരാള് ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞത്, നോട്ട് കറൻസികളുടെ വലിയ വണ്ടി കണ്ണൂർ വിട്ട് കോഴിക്കോട് എത്താറായിട്ടുണ്ട്, എലത്തൂർ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 50,000 രൂപ പുറത്തൊരാൾക്ക് കൊടുത്തെങ്കിലേ ആ പൈസ റിലീസായി കോഴിക്കോട്ടേക്ക് എത്തുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ പറഞ്ഞത്, ആ വണ്ടി പതുക്കെ ലോക്ക് തുറന്നിട്ട് 50,000 എടുത്തിട്ട് കൊടുത്താൽ പോരെ, പ്രശ്നം തീരൂലേ? ഒരു ബുദ്ധിക്കും യോജിക്കാത്ത ചില ന്യായങ്ങൾ പറഞ്ഞു. അഥവാ 1 ലക്ഷത്തിലും 2 ലക്ഷത്തിലും 1 കോടിയിലും കുടുങ്ങിയവൻ പിന്നെ അത് തിരിച്ചെടുക്കാൻ വേണ്ടി പരക്കം പായാണ്, പിന്നെ പല കോടികളും അതിലേക്ക് ഇറക്കുകയാണ്. ഇതിന്റെ തലപ്പത്താരാണ്? എവിടെയൊക്കെയാണ്? അറിഞ്ഞുകൂടാ. 10-ലധികം പേരെ പേരെടുത്ത് മനസ്സിലുള്ളതുകൊണ്ട് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്നവരോട് പറയുന്നു, ഇത്തരം മേൽവിലാസമില്ലാത്ത ലക്ഷങ്ങളുടെ ബിസിനസ് അപകടത്തിലെത്തും. ചിലരിന്ന് ആത്മഹത്യയുടെ വക്കിലാണ്, മറ്റു ചിലർ നാട് കടന്നു പോവുകയാണ്. എവിടേക്ക് പോകുന്നത്? കോടികളുടെ ആവശ്യക്കാര്, കടബാധിതർ വന്ന് ചോദിക്കാണ്, എങ്ങനെ തിരിച്ചു കൊടുക്കും? ഇന്നലെ സംസാരിച്ച ആ സ്നേഹിതനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോടിത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ കുടുംബത്തിനെ അറിയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും പല പൈസയും അവിടെയും ഇവിടെയും തെരഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? 1 ലക്ഷം കോടി പൈസ പുറത്തെടുക്കണമെങ്കിൽ ഇനി ഒരു 5 കോടിയുടെ ആവശ്യവും കൂടിയുണ്ട്, അല്ലെങ്കിൽ 1 കോടിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ പാവങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്, ഇത്രയും ആയില്ലേ, ഇനി അതും കൂടെ
വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് ഏതോ നിഷ്കളങ്കരായ സാധുക്കൾ കൊടുക്കുന്നു, വാങ്ങുന്നു. ഇടപാടുകൾക്ക് കൃത്യത വേണം. അത് എഴുതാനും എഗ്രിമെന്റ് വെക്കാനും വ്യക്തമായും സന്ദർഭം വേണം. എന്തിനാണ്, എവിടെയാണ് തൻ്റെ ബിസിനസ്സിന്റെ പണം ഇറങ്ങുന്നത് എന്ന് വ്യക്തമായ ധാരണ വേണം. അതും ഒറ്റവാക്കിൽ പറഞ്ഞാൽ അമിത ലാഭം ഊഹിക്കാൻ പറ്റാത്ത കോടികളുടെ കഥയാണോ പറയുന്നത്? ഉറപ്പിക്കാം, 99% ഫേക്കാണ്, വ്യാജമാണ്. ഈ അപകടത്തിൽപ്പെട്ടവരൊക്കെ ഇനിയെങ്കിലും നിർത്തിവെക്കുക. ഇന്നലെ പറഞ്ഞ ആ സഹോദരന്റെ കൈ പിടിച്ചുറപ്പിച്ചു, 10 രൂപ ഇനി ആ വിഷയത്തിലേക്ക് ഇറക്കരുത്. അപ്പോഴേ അദ്ദേഹം ഒടുവിൽ ചോദിക്കുക, 50,000 നാളെ കൊടുത്താൽ പെട്ടെന്ന് റിലീസാകുമെന്ന് പറയുന്നു. ഇങ്ങനെയാണ് 50,000 5 ലക്ഷവും കൊടുത്തിട്ടാണ് 4-6 കോടിയായത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലോ ബന്ധപ്പെട്ടവരിലോ സുഹൃത്തുക്കളിലോ ഇത്തരം നിഗൂഢ ബിസിനസ്സുകളിൽ ഓഫ്ലൈൻ ആയാലും ശരി, ട്രേഡിംഗ് ആയാലും ശരി, കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം മനസ്സിലാക്കാൻ ഈ സംസാരം മതിയാകും. വേഗം രക്ഷ നേടുക, തടി കാക്കുക, കുടുംബം കാക്കുക. ആത്മഹത്യ ചെയ്തിട്ടൊന്നും പരിഹാരമാവൂല. എത്രയോ ആളുകൾ കുടുങ്ങിയ ഈ ഒരു വിഷയം ഇന്നലെ കേട്ടപ്പോഴും വല്ലാതെ വിഷമിച്ചു. എല്ലാ സ്നേഹിതന്മാരോടും കൈമാറും. സുരക്ഷിതത്വം വേണം. ഇതൊരു ഉപദേശമാണ്, ഇതൊരു താക്കീതാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. അള്ളാഹുവിൻ്റെ കാവൽ നമ്മുടെ കുടുംബത്തിനും സ്വത്തിനും അഭിമാനത്തിനും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ.